والصلاة والسلام على أشرف المرسلين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ കഴിഞ്ഞുപോയ തെറ്റുകളെയും അല്ലാഹു മാപ്പാക്കുമാറാകട്ടെ. ഒരനിക്കും സ്വന്തം അല്ലാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളൊരു സുഹൃത്ത്, പള്ളിനോട് ചേർന്നൊരു കട നടത്തുന്ന അഷ്റഫ് സാഹിബ്, അദ്ദേഹം അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയിലായി കഴിഞ്ഞ ദിവസം. അല്ലാഹു ആ മയ്യത്തിന് പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു അതിന് സന്തോഷം നൽകട്ടെ. അല്ലാഹു എല്ലാവർക്കും നന്മകൾ നിറഞ്ഞ ഏറ്റവും സന്തോഷിച്ചൊരു ഖബറായ ഖബർ അല്ലാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കും അല്ലാഹു ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കുമാറാകട്ടെ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ജനം ഈ പള്ളിയിൽ എപ്പോഴും ജുമാത്തുണ്ടാകുന്ന ആളും അതുപോലെ നമ്മളെല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന ആളും, നമ്മളതോടെ എല്ലാ വെള്ളിയാഴ്ച വരുമ്പോഴും പെട്ടെന്ന് ചോദിക്കും, ചായ കുടിക്കുമെന്ന് ചോദിക്കും. ചായയൊക്കെ വാങ്ങിച്ച് പോകുമ്പോൾ കൊണ്ടുപോകും. ഉത്സാഹമായിട്ട് കുറച്ച് അസുഖത്തിലായിരിക്കും. അതൊരു നല്ല മനുഷ്യനാണ്. തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരാളെപ്പറ്റി 10 ആൾ നല്ലത് പറഞ്ഞാൽ അല്ലാഹും അവരെ പറ്റി നല്ലത് പറഞ്ഞു. അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും അല്ലാഹു ആക്കപ്പെട്ട അല്ലാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അതേപോലെ നല്ല മരണവും അല്ലാഹു നസീബാക്കുമാറാകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട് രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആഫിയത്തും ശിഫയും നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ കൽപ്പനയാണ് ഇത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കൽപ്പനയാണ്. നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു കാര്യവുമാണ്. നമ്മളെന്നെ ആലോചിച്ചൊക്കെ നല്ലൊരു ദിവസം നമ്മൾ സുബഹിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിനിടയിൽ എത്രയോ വാക്കുകൾ സംസാരിക്കും. നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ബന്ധപ്പെടേണ്ടതുണ്ട്, സംസാരിക്കേണ്ടതുണ്ട്. ഒരു ജീവിതത്തിൽ ആ സംസാരം കൊണ്ട് ഒരുപാട് നന്മകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ആ സംസാരം കൊണ്ട് തന്നെ ഒരുപാട് തിന്മകൾ ഉണ്ടാക്കണം. ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ അവൻ്റെ കിതാബുകളിൽ എഴുതപ്പെടുന്നത് അവൻ്റെ സംസാരമാണ്. അതുകൊണ്ട് ഓരോ മുഅ്മിനും, അതുകൊണ്ടാണ് അല്ലാഹു ഒരു ഖുർആനിൽ പ്രത്യേകമായൊരു കൽപ്പനയായിട്ട് അല്ലാഹു കൊടുത്ത് പറയുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ആദ്യത്തെ ഖുതുബയുടെ അവസാനത്തെ ആയത്തും ഈ ആയത്ത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തെ എല്ലാ ഖുതുബയിലും ഓർമ്മപ്പെടുത്തിയതും ഈ ഒരു കാര്യം വളരെയധികം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, 2 കൽപ്പനകളാണ് അല്ലാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ആയത്തിൽ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ ഏറ്റവും ചൊവ്വായ വാക്കുകൾ മാത്രം സംസാരിക്കുകയും ചെയ്യും. ഇതിൻ്റെ കൽപ്പനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സംസാരത്തിൻ്റെ ശൈലി ഏറ്റവും ചൊവ്വായതായിരിക്കണം. അത് ഏറ്റവും സൂക്ഷ്മതയുള്ളതായിരിക്കണം. കാരണം ആ സംസാരത്തിൽ കൂടിയാണ് നാളെ ആഖിറത്തിൻ്റെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത്. ആ സംസാരത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ് ജനങ്ങളുടെ വലാലിയത്തും ജനങ്ങളുടെ ഹിദായത്തും തീരുമാനിക്കുന്നത്. ആ വാക്കുകൾ കൊണ്ടാണ് മനുഷ്യനെ പരസ്പരം ശൈത്താൻ ശത്രുക്കളാക്കുന്നത്. ആ വാക്കുകൾ കൊണ്ടാണ് ഒരു കുടുംബം ചിലപ്പോൾ യോജിച്ചു പോകുന്നത്. അതേ വാക്കുകൾ കൊണ്ടാണ് ചിലപ്പോൾ കുടുംബം ബന്ധം മുറിഞ്ഞു പോകുന്നത്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള വളരെ കൃത്യമായിട്ട് ജീവിതത്തിൽ
സൂക്ഷിക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൽപ്പനയാണ് അല്ലാഹു. വഖൂലു, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നു പറയുമ്പോൾ ഖൗലൻ സദീദ, ചൊവ്വായ വാക്കുകൾ മാത്രം സംസാരിക്കുക. നിങ്ങൾ ചൊവ്വായ വാക്കുകൾ സംസാരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മിണ്ടാതിരിക്കുക. അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. അതിൻ്റെ പ്രയോജനങ്ങൾ രണ്ടാണ്. വലിയ പ്രയോജനങ്ങളാണ് അല്ലാഹു പറയുന്നത്. ചൊവ്വായ സംസാരത്തിൻ്റെ വലിയ പ്രയോജനങ്ങൾ, ആ പ്രയോജനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പ്രയോജനം എല്ലാവരും ആഗ്രഹിക്കുന്ന പ്രയോജനങ്ങളാണ്, എല്ലാവർക്കും ആവശ്യമായ പ്രയോജനങ്ങളാണ്. ചൊവ്വായ സംസാരത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാമത്തത് യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു നന്നാക്കി തരും. അതുപോലെ നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു നന്നാക്കി തരും. നന്നാക്കേണ്ടത് അല്ലാഹുവാണ്, നേരെയാക്കേണ്ടത് അല്ലാഹുവാണ്. നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആ വിഷയത്തിൽ സഹായിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സംസാരത്തെ സൂക്ഷിച്ചാൽ തന്നെ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ ഏറ്റവും അമലുകളെ അല്ലാഹു അതിനെ നേരമാക്കും. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാ മനുഷ്യനും ആവശ്യമുള്ളൊരു കാര്യമാണ്, അല്ലാഹുവിൻ്റെ അടിമകൾക്ക് കനിഞ്ഞരിൽ നിന്ന് ഉച്ചു ഉയർന്ന നിയമത്ത് വയസ്സറിലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപത്തെ മാപ്പാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപത്തെ മാപ്പാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല വയസ്സറിലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കൽപ്പനയാണ്. അതുകൊണ്ട് സംസാരത്തിൻ്റെ രീതിയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു പല ആയത്തുകളിലും പറയും. നമ്മൾ ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ശബ്ദത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല. ചില ആൾക്ക് തീരെ കൂടാൻ പാടില്ല. സഹാബാക്കളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി, നിങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം കൂട്ടരുത്. അപ്പോൾ നമ്മളെ മാതാപിതാക്കളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, നമ്മളെ മക്കളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, നമ്മുടെ ഭാര്യമാരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, നമ്മുടെ അയൽവാസിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഒരു മുസ്ലിമിനോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഒരു ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, നിങ്ങൾക്ക് ഇസ്ലാമും വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് സംസാരം ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും കൂടെ അടിസ്ഥാനത്തിൽ സംസാരം, എല്ലാ പ്രശ്നങ്ങളും അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. മറ്റൊരായത്തിൽ കൂടി ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വഖ്സിദ് ഫീ മശീക, വഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ നീ മിതുത്വം പാലിക്കുകയും വഖ്ദുദ് മിൻ സൗതിക, വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നത്. കാരണം വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നത് എൻ്റെ കഴിവാണെന്ന് മനസ്സിലാക്കുന്നത്. അത് വലിയ ശബ്ദമിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപദേശത്തിൽ നമുക്ക് അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്, നീ മകനെ നീ ശബ്ദം കുറച്ച് സംസാരിക്കണം. വഖ്ദുദ് മിൻ സൗതിക, എപ്പോഴും ശബ്ദം പതിയ ശബ്ദത്തിൽ. നമ്മളൊരു കാര്യം പറയുമ്പോൾ കേൾക്കുന്നില്ലല്ലോ ഒന്നും കൂടി പറ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. വളരെ പതിയ സ്വരത്തിൽ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കണം. ഒരാളോട് സംസാരിക്കുമ്പോൾ എന്നാൽ അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നു. എത്ര വലിയ ഗൗരവമുള്ള കാര്യവും വളരെ സമാധാനത്തോട് സംസാരിക്കണം. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് വഖ്ദുദ് സൗതിക, മോനെ നിന്റെ ശബ്ദത്തിൽ നീ എപ്പോഴും അത് വളരെയധികം ശബ്ദമുണ്ടാക്കുന്ന നീ സംസാരിക്കരുത്. കാരണം അങ്ങനെ സംസാരിക്കൽ ഇന്ന അൻകറൽ അസ്വാതി ലസൗത്തുൽ ഹമീർ, അങ്ങനെ വലിയ അട്ടഹസിച്ച് സംസാരിക്കുന്നത് എൻ്റെ കഴിവാണെന്ന് മനസ്സിലാക്കുന്നവർ ചിന്തിച്ചുകൊള്ളുക. അങ്ങനെ അട്ടഹസിച്ച് ശബ്ദം ഉണ്ടാക്കുന്ന ആൾ കഴുതയാണ്. ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടേതാണ്. പറയാം ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടേതാണ്. അപ്പോൾ മോശമായ ശബ്ദമാണ് അട്ടഹസിക്കുക എന്ന് പറയുന്നത്. മോശമായ ശബ്ദമാണ് ശബ്ദം കൂട്ടിയിടുക എന്ന് പറയുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ശരീഫിൽ കൂടി വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമ്മളൊരാളോട് അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഇത് ദേഷ്യം വന്നാൽ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ ഈ ശബ്ദത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കഴുകൻ്റെ ശബ്ദത്തെ പോലെയാണല്ലോ. അല്ലാഹു ഉപമിച്ചാണ്, മാറ്റാൻ കഴിയും. അല്ലാഹുവിൻ്റെ ഉപമയെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അതങ്ങനെ തന്നെയാണ്. ഒരാൾ ശബ്ദം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് കഴുതയുടെ ശബ്ദമായി. കാരണം അതാണ് ഏറ്റവും മോശമായ ശബ്ദം. അതിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ശബ്ദം കൂടിക്കും. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സംസാരമായിട്ട് ബന്ധപ്പെട്ടതിൽ ഒന്നിലാണ് സംസാരിക്കുമ്പോൾ ശബ്ദം കൂടുതൽ. ശബ്ദം കൂടുതൽ ഭയങ്കര അപകടങ്ങളുണ്ടാകും. മറ്റൊരു കാര്യം ഇതെല്ലാം ഖുർആനിലെ ആയത്തുകളാണ്. എല്ലാം പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകളാണ്.
നമ്മളൊന്ന് ആലോചിക്കുക, ഖുർആന്റെ പ്രാധാന്യം ഒന്ന് ആലോചിക്കുക. ഒരു മനുഷ്യൻ സംസാരിക്കണം എങ്ങനെ പോലും പഠിപ്പിക്കുന്നതാണ് ഖുർആൻ. അതനുസരിച്ച് എന്താണ് ഖുർആൻ പിൻപറ്റി കഴിഞ്ഞാൽ മനുഷ്യനായത് ഖുർആൻ പിൻപറ്റുന്നതാണ്. ഒരു മനുഷ്യൻ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കും. ഞാനൊരു മനുഷ്യനാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കണമെങ്കിൽ അവന് ഈ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിച്ചാലും തന്നെ നടക്കും. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അതുകൊണ്ടാണ് അല്ലാഹു വ്യക്തമായ ശൈലിയിൽ കൂടി വളരെ അപ്പം അല്ലാഹുവിന്റെ ശൈലിയിൽ നിന്ന് നോക്കിയാൽ മതി, വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ. മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കുല്ലി ഇബാദി, നബിയെ താങ്കളുടെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കും. നിബിതങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നബിയെ താങ്കൾ പഠിപ്പിച്ചു കൊടുക്കണം, ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം? യഖൂലു ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. നിബിതങ്ങളോട് പറയണം. ഭക്ഷണം ഒരാളോട് അഭിസംബോധന ചെയ്യുന്ന സമയത്ത്, ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ കൽപ്പിക്കണം. നിങ്ങൾ അവരോട് കൽപ്പിക്കണം. നിങ്ങൾ തങ്ങളുടെ സഹാബാക്കളെ, തങ്ങളുടെ കൂട്ടത്തിലുള്ള ജനങ്ങളെ നിങ്ങൾ പഠിപ്പിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് പറയുമ്പോഴും യഖൂലു ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിക്കണം. കാരണം എൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ എന്തുകൊണ്ടാണ് നബിയെ താങ്കൾക്ക് ഈ സംസാരം തന്നെ ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്നതിന്റെ കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണം വിശദീകരിക്കുന്നു. ഇന്ന ശൈത്താന യൻസിഗു ബൈനഹും. ഇത് ലോകത്ത് നടക്കുന്ന കാര്യമാണ്, നമ്മളെ കൺമുമ്പിൽ കാണാൻ പറ്റുന്ന കാര്യമാണ്, നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ടത് പറഞ്ഞു തരുന്നത് തന്നെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ അറിയാം ഇത് വലിയ യാഥാർത്ഥ്യമുണ്ട്. ഒരിക്കലും കളവല്ല, നമ്മൾ കാണുന്നതാണ്, നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഒരു സംസാരം തെറ്റിപ്പോയാൽ തന്നെ, ഒരു ഭരണാധികാരിയുടെ ഒരു സംസാരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ രാജ്യം മുഴുവനും അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഈ സംസാരിക്കുന്ന സമയത്ത് ശൈത്താനോട് വന്നത്, അതാണ് പ്രശ്നം. ഈ സംസാരമൊക്കെ തുടങ്ങുമ്പോൾ ശൈത്താൻ നമ്മൾ തൊട്ടടുത്തുണ്ടാവും. ഇനി നമുക്ക് എന്തെങ്കിലും ആവേശം കേട്ടിട്ട് നമ്മളോട് എന്തെങ്കിലും ഇതിൻ്റെ കൂട്ടിത്തരും ശൈത്താൻ. അങ്ങനെ നമ്മളത് സൂക്ഷിക്കാതെ വന്നാൽ, അഹ്സനായിട്ടില്ലെങ്കിൽ, നമ്മുടെ വാക്കുകൾ അഹ്സനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ടോപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹസൻ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ഡിഗ്രി കുറഞ്ഞതാണ്. ഹസൻ എന്നല്ല പറഞ്ഞത്, അഹ്സൻ. അതായത് നിങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും നല്ല സംസാരം ഏതാണോ ആ ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കണം. അതാണ് അഹ്സൻ എന്നുള്ള വാക്കെല്ലാം ഉപയോഗിക്കുന്നത്. അഹ്സൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നുമില്ലെന്നാണ്. അതാണ് ഏറ്റവും ടോപ്പ്. അപ്പം അത്രയും നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കണം. ഇനി അങ്ങനെ സംസാരിച്ചിട്ടുള്ള പ്രശ്നം എന്താണ്? ഇന്ന ശൈത്താൻ, തീർച്ചയായിട്ടും ശൈത്താൻ യൻസിഗു ബൈനഹും, നിങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ശത്രുത ഉണ്ടാക്കിയിട്ടുണ്ട്, ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട്. പരസ്പരം തമ്മിൽ ഓരോ വാക്കുപോലുകൾ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പം അവൻ പെട്ടെന്ന് പറയും, നിങ്ങൾ പറയും പിന്നെ നിർത്തൂല. കാരണം ഇന്ന ശൈത്താന കാനന ഇൻസാനെ അദുവ്വൻ മുബീന, ശൈത്താൻ വ്യക്തമായ ശത്രുവാണ് മനുഷ്യന്റെ. അതുകൊണ്ട് നമ്മളെ ശത്രു നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത് വന്ന് നിൽക്കും. എന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളോട് പറയും, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ശൈത്താനാണ് തോന്നുന്നത്. ഇത് ശൈത്താനാണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. ഹദീസിൽ വരുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്നിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കാൻ, മോശമായ വാക്കുകൾ സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ. കുറേ സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്ഷമിച്ച് ഇങ്ങനെ കേട്ടു. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു രണ്ട് വാക്കുകൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ക്ഷമയുടെ അങ്ങേയറ്റം കഴിഞ്ഞ് ഒന്ന് രണ്ട് വാക്കുകൾ തിരിച്ചു പറഞ്ഞു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എഴുതിയിട്ട് പോയി കിടന്നു. പിന്നെ അവിടെ സംസാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്ത് മുന്നോട്ടെടുത്തത്? അയാൾ എന്നെ ചീത്ത പറയുകയും ബുദ്ധിമുട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് സഹായിക്കല്ലേ വേണ്ടത്? നിങ്ങളെ സഹായിക്കാതെ അപ്പം തന്നെ നിങ്ങൾ ലാസ്റ്റ് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ എഴുന്നേറ്റ് പോയ എന്താണെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, നീ ആ ചീത്തയെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ കേട്ടുകൊണ്ട് ഒന്നും മറുപടി പറയാതിരിക്കുന്ന സമയത്ത് അതിനുവേണ്ടി മലക്കുകൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നിന്നെ സഹായിക്കാൻ മലക്കുകൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, നീ ഒന്നും പറയാത്ത ആ സമയത്തെല്ലാം. പക്ഷെ നീ എപ്പോഴാണോ മറുപടി പറയാൻ തുടങ്ങിയത് അപ്പം മലക്ക് പോയി അവിടെ ശൈത്താൻ വന്നു. ഇതാണ് നമുക്ക് ഈ സംഭവം മതി, ഈ ആയത്തിന്റെ തെളിവാണ്. അപ്പൊ അവിടെ ശൈത്താൻ വന്നു. ശൈത്താൻ വന്ന പിന്നെ എനിക്ക് അടക്കാൻ പറ്റില്ല, ശൈത്താനടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട, നമ്മളോട് ആളുകളൊക്കെ പറയും രണ്ട് വർത്താനം കിടക്കാം അങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മൾ ഉപദേശിക്കുന്നതാണ് ഖുർആനെതിരാണ്, ദീനിനെതിരാണ്.
ഒരാളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ദീനനുസരിച്ച് ജീവിക്കുന്നവനാണ് മനസ്സിലായിട്ടുള്ളത്. ഒരാൾ തർക്കിക്കാൻ ഇങ്ങോട്ട് വന്ന് ആ തർക്കിക്കുന്ന സമയത്ത് അവനൊന്നും പറഞ്ഞില്ല, ആ തർക്കാമൻ ഉപേക്ഷിച്ചു, ഒന്നും തിരിച്ചു പറഞ്ഞില്ല, അനങ്ങാതിരിക്കുന്നു, കേട്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടാക്കി പറഞ്ഞിട്ട് പോയിക്കോട്ടെ. അവനാണ് യഥാർത്ഥമായ മുസ്ലിം, അവനാണ് ശരിയായ ദീനിനെ പിന്തുടരുന്ന ആൾ. മറുപടി പറഞ്ഞ് നമുക്ക് തോന്നും രണ്ടു വർഷം തിരിച്ച് പറഞ്ഞാൽ ചിലരിങ്ങനെ അഭിമാനത്തോട് പറയും, അല്ല കാക്കട്ടെ എന്നെ പോലത്തെ ആളുണ്ട്, അപ്പൊ എനിക്ക് മാപ്പാക്കി തരട്ടെ. ഇതെല്ലാം നമ്മുടെ നല്ല സംഭവിച്ചുന്ന കാര്യമാണ്. അവൻ മറ്റേ ഭർത്താനുമായിട്ട് വന്നപ്പോൾ ഞാൻ 2 മറുപടിയും കൊടുത്തപ്പോൾ അവന്റെ വായ അടങ്ങി പൊളിച്ചോട് പറഞ്ഞു, ഇല്ല അഭിമാനത്തിന്. ഈ സംഭവം ശരിയല്ല, ഇത് ദീനിനെതിരാണ്, ദീനിൽ അങ്ങനെയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരുടെ ഹദീസിൽ വരുന്നുണ്ട്, ആരെങ്കിലും തർക്കത്തെ ഉപേക്ഷിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ കരാറ് നിൽക്കുകയാണ്, സ്വർഗത്തിന്റെ മധ്യത്തിൽ അവർക്കൊരു വീട് നൽകാമെന്ന് ഞാൻ കരാറ് നിൽക്കാം. ഒരു മനുഷ്യൻ തർക്കിച്ചു, തിരിച്ചൊന്നും മറുപടി പറഞ്ഞില്ല, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ ഒരു പ്രകാരമാണ് ആഖിറത്തിൽ ഈ മറുപടി പറയാത്തതിന്റെ പേരിൽ മാത്രം, തർക്കിക്കാത്തതിന്റെ പേരിൽ മാത്രം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൂടി പറയാനുള്ള സമയമുള്ളൂ. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ സംസാരത്തിന്റെ അല്ലാഹു എൻ്റെ അടുത്തുണ്ടെങ്കിൽ മാപ്പാക്കി തട്ടെ. അപ്പം ഞാനിത് പറയാൻ യോഗ്യനല്ലായിരിക്കും ചിലപ്പോൾ, കാരണം എൻ്റെ അടുത്ത് തന്നെ അങ്ങനെ വന്നു പോയി. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും എൻ്റെ മാപ്പാക്കി തരണം, അങ്ങനെ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. മാപ്പ് ചോദിക്കലല്ലാതെ വേറെ വഴിയില്ല. മനുഷ്യനടുത്ത് അധികം സംഭവിച്ചു വന്ന മറ്റൊരു കാര്യമാണ് അല്ലാഹു ഖുർആൻ ശരീഫിൽ പറയുന്നത്. സംഭവിച്ചു പോകാൻ ചാൻസുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്താ വെച്ചാൽ നാളെ ആക്രത്ത് പോകുമ്പോൾ ഒരു അമലും ഉണ്ടാവില്ല, നമുക്കൊന്നും കിട്ടൂല. നാളെ ആക്രത്ത് പോകുമ്പോൾ ഭയങ്കര നഷ്ടമായിരിക്കും. ചെറിയ സൂക്ഷിക്കേണ്ട കാര്യമാണ്, ആ സൂക്ഷിക്കാത്തതിന്റെ പേരിൽ ആക്രത്തിന് വലിയ നഷ്ടമായിരിക്കും. അല്ലാഹു ഇങ്ങനെ ആമനു, സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു ജനത മറ്റൊരു ജനതയെ പരസ്പരം നിങ്ങൾ പരിഹസിക്കരുത്. കാരണം അസഅയകൂനു ഖൈറൻ മിൻഹും, ചിലപ്പം പരിഹസിക്കപ്പെടുന്ന ആളെക്കാളും മോശമായിട്ട് നിങ്ങളെങ്ങനെ അവർ പരിഹസിക്കും, അതിനെക്കാട്ടും മോശത്തിൽ ചിലപ്പോൾ നിങ്ങളുണ്ടാവും. നിങ്ങൾ അതുകൊണ്ട് പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യും. ഒരാൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കളിയാക്കരുത്, പരിഹസിക്കരുത്, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അതേപോലെ കൗമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷനും എന്ന് അർത്ഥം. ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ എന്ത് ചെയ്യരുത്, ഇതാക്കരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതേപോലെ വലാ നിസാഇൻ മിൻ നിസാഇ, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ എന്ത് ചെയ്യരുത്, ആക്ഷേപിക്കരുത്. കാരണം ആക്ഷേപിക്കുന്നത് കാരണം എന്താണ് സംഭവിക്കുക, അസഅയകൂന ഖൈറൻ മിൻഹുന്ന, നീ ആരെയാണോ ആക്ഷേപിക്കുന്നത് ആ ആക്ഷേപിക്കുന്നവരെക്കാൾ മോശം നീയായിരിക്കും. ഇതിന്റെ തഫ്സീറിൽ വരുന്നുണ്ട്, ആരാണ് നല്ലത് ആരാണ് മോശം ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ അടുത്ത് പോയാലേ ഓരോരുത്തരുടെ വില എന്താന്ന് മനസ്സിലാവുള്ളൂ, ഇപ്പൊ ദുനിയാവ് മനസ്സിലാവും. ആഖിറത്തിലെത്തിയാൽ അറിയാം ആരെ കാണി കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് താണെന്നൊക്കെ ആരാണ്. അല്ലാഹു നമ്മളെ ഏറ്റവും ഉയർന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അവിടെ സ്ത്രീകൾ പരസ്പരം, ഒരു പുരുഷനൊരു പുരുഷനെയോ ഒരു സ്ത്രീയെയോ പരിഹസിക്കുന്ന, അടുത്ത് നമ്മൾ സംസാരത്തിൽ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. സംസാരത്തിൽ സൂക്ഷിക്കേണ്ട, അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരാൾക്ക് പരിഹാസമായി തോന്നും. ചിലപ്പോൾ ഒരാൾ മയമായിട്ട് സംസാരിക്കാം, വളരെ മയമായിട്ടുള്ള സംസാരിക്കുന്ന ചില ആളുകൾ. പക്ഷേ അതിന് ആ മറ്റവനെ പരിഹസിക്കലുണ്ടാവും, അവന്റെ ഹൃദയം വേദനിക്കും. എത്രയോ ആളുകൾ നമ്മളോട് പറയുന്നുണ്ട്, അവനിങ്ങനെ ഒരു കുത്തുവാക്ക് പറഞ്ഞത്, വൈമുല്ലിക്കുല്ല് ഹുമസത്തിൽ ലുമസ. അല്ലാഹുവിന്റെ ഖുർആനിലുള്ള വളരെ വ്യക്തമായ ഒരു ആയത്താണ്. കുത്തുവാക്ക് പറയുന്നവർക്കാണ് സമ്പൂർണ്ണ നാശം നാളാക്കുന്നത്. അപ്പൊ അത് സംസാര ശൈലിയിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു കാര്യം അവതരിപ്പിക്കുന്ന സമയത്ത് ആ അവതരിപ്പിക്കുന്ന വാക്കുകളിൽ കേൾക്കുന്നവർക്ക് വേദനിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കുക. അവരുടെ ഹൃദയത്തിന് വേദന വരുന്ന രീതിയിൽ, അവരുടെ ഹൃദയത്തിന് പരിഹാസം എന്ന് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഒരു കുത്തുവാക്ക്, എന്തെങ്കിലും ഒരു മറച്ചു പറയുക, മറച്ചു പറഞ്ഞ് അവരൊന്ന് പരിഹസിക്കുക. സംഗതി മയമായ സംസാരമൊക്കെ ആയിരിക്കും, പക്ഷെ ചിരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും പറയാം. പക്ഷെ സംഗതി എന്തായിരിക്കും, വളരെ അപകടകരമായ ഒരു പരിഹാസമായിരിക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ എത്ര വളരെ വ്യക്തമാണ് ഖുർആൻ നമ്മൾ നിർദ്ദേശിക്കുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അമലുകൾ തന്നെ നമ്മൾ കൊടുത്തിട്ട് നിൽക്കൂടെ, എല്ലാം പോയി പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. വല തൽമിസു അൻഫുസക്കും, അതുകൊണ്ട് നിങ്ങളെ തന്നെ ആക്ഷേപിക്കരുതെന്നാണ് അല്ലാഹു പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത് സ്വയം ആക്ഷേപിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങളെ തന്നെ ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് വരരുത്. വല തനാബസു ബിൽ അൽഖാബ്, ഇരട്ടപ്പേരിട്ട് വിളിക്കരുത്, ഇരട്ടപ്പേരിട്ട് കുട്ടികളെ കളിയാക്കരുത്, അല്ലെങ്കിൽ ഇരട്ടപ്പേരിട്ട് എന്തെങ്കിലും ഒരു മോശമായ പേര് ഉപയോഗിക്കരുത് എന്നർത്ഥം.
ഒരാൾ കണ്ടാൽ കേട്ടാൽ ഒരു അറപ്പ് തോന്നുന്ന അല്ലെങ്കിൽ അയിബ് തോന്നുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ അവന് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള ഒരു പേര് ഇത് വിളിക്കരുത്. ഓമനപ്പേരുകൾ വിളിക്കാം. തഫ്സീർ ആയതിന്റെ തഫ്സീർ തന്നെ ഉലമാക്കൾ പറയുന്നുണ്ട്, ഒരാൾക്ക് ഇഷ്ടം ഒരു മുട്ടുമോനെ പൊട്ടുമോനെ എന്നൊക്കെ നല്ല നല്ല പേരുകൾ ഉണ്ടാവും. ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ എന്ന് മാത്രമല്ല, ചില സമയത്ത് ഹുമൈറ എന്നൊക്കെ വിളിക്കുക, ഏറ്റവും ചുവന്നവളെ, അങ്ങനത്തെ ഒരു സ്നേഹത്തിന്റെ വാക്കുകൾ. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ചില വാക്കുകൾ അത് മാറ്റി പറയുന്നത് കുഴപ്പമില്ല. നേരെ മറിച്ച് അവരെ പരിഹസിക്കപ്പെടുന്ന രീതിയിലുള്ള ലഖബുകൾ ഉപയോഗിക്കരുത്. പരിഹസിക്കുന്ന അങ്ങനത്തെ അവർക്ക് ഇഷ്ടമല്ല പേര്, അങ്ങനത്തെ പേരിട്ട് വിളിക്കരുത്. നമ്മൾ ആരോ പണ്ട് വിളിച്ചതായിരിക്കും, അപ്പൊ എല്ലാവരും വിളിക്കും. അപ്പൊ എല്ലാവരും വിളിക്കും ആളുകളായിരിക്കും എല്ലാവരും വിളിക്കുന്ന പേരിലേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. അല്ല, അവനത് ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് ചോദിക്കണം. ചോദിക്കാൻ നേരിട്ട് വിളിക്കാം, നിന്നിങ്ങനെ എല്ലാവരും വിളിക്കുന്നുണ്ട്, എന്റെ പേരെന്താ? അപ്പൊ നിനക്ക് പേര് ഇത് വിളിക്കുന്ന എനിക്ക് ഇഷ്ടമാണോ? അങ്ങനെ എത്രയോ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇല്ല എനിക്ക് ഇഷ്ടമല്ല, എല്ലാവരും വിളിച്ചിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ. അവൻ നിസ്സഹായനാണ്, അവനൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും വിളിക്കുക. നമ്മൾ ഒരാളെ പേര് വിളിക്കുന്നത് പോലും ശ്രദ്ധിക്കണം എന്നാണ് ഖുർആൻ. ഒരാളെ പേര് വിളിക്കുന്നത് പോലും നിങ്ങളുടെ സംസാരത്തിൽ സൂക്ഷിക്കണം എന്നാണ് ഖുർആൻ. അത് നിർദ്ദേശം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല പറയണം. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അള്ളാഹു പറയുന്ന വാക്കുകൾ വളരെ കടുപ്പാണ്. അള്ളാഹു പറയുന്നത് എത്ര വമ്പിച്ച പാപമാണ് നിങ്ങൾ ചെയ്യുന്നത് ബാദൽ ഈമാൻ. നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ വന്ന് നിങ്ങൾ മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി എന്നിട്ടും നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണോ? അത് എത്ര വലിയ ഫിസ്കാണ്, എത്ര വലിയ പാപമാണ്. അള്ളാഹു ചോദിക്കും, അള്ളാഹു എനിക്ക് തൗബ ചെയ്യാൻ തോന്നും, നമുക്ക് ഓരോരുത്തരും തൗബ ചെയ്യാൻ തോന്നിക്കട്ടെ. അള്ളാഹു പറഞ്ഞ ഇനി നിങ്ങളിത് മനസ്സിലാക്കി, ഈ ആയത്ത് മനസ്സിലാക്കി, ഇത് പഠിച്ച് ഇത് ചിന്തിച്ച് ഇത് നിങ്ങൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, ഇനി ഇതിൽ നിന്ന് വിരമിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിളിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവരോട് പൊരുത്തം ചോദിച്ചിട്ട് നിങ്ങൾ പിന്മാറിയിട്ടില്ലെങ്കിൽ, നാളെ അക്രമികളുടെ കൂട്ടത്തിലാണ് അവന്റെ ലിസ്റ്റ് ഉണ്ടാകുന്നത്. അവരുടെ ലിസ്റ്റ് ആരുടെ കൂട്ടത്തിലുണ്ടാകും? അക്രമികളുടെ കൂട്ടത്തിലുണ്ടാവും. അവൻ അക്രമികാരികളുടെ കൂട്ടത്തിൽ യാത്രയാക്കുക. അക്രമകാരികൾക്കുള്ള ശിക്ഷ അവന് കരുതിയില്ല. സൂറത്തുൽ ഹുജറാത്ത്. അതുകൊണ്ടാണ് ഒരു മുഅ്മിൻ എന്ന് പറയുന്നത് കുത്തി പറയുന്നവനല്ല, ശപിക്കുന്നവനല്ല, അതേപോലെ അസഭ്യം പറയുന്നവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. സാധാരണ വെറും നമ്മൾ ചില ആളുകളെ പറ്റി പറയാറുണ്ട്, അപ്പോൾ വായടിക്കൽ, അങ്ങനെ എന്തോ ഒരു വാക്ക് ഉപയോഗിക്കലുണ്ട്. ആ വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലക്കൽ മുതനത്തിഊൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന വായടി സംസാരക്കാരെ അല്ലാഹു നശിച്ചു പോകട്ടെ എന്ന് ഞങ്ങൾ വാശിക്കണം. ഹദീസിൽ വരുന്ന കാലഹ സലാസൻ 3 പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. ഹലക്കൽ മുത്തനത്തിഊൻ. എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വലിയ ആളുകളെ ഇല്ലാത്തെന്ന് പറഞ്ഞ് ഉണ്ടാക്കി രസിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുടെ കാര്യം വളരെ അപകടകരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നു മുതൽ എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും അല്ലാഹു സൂക്ഷിക്കാനുള്ള തൗഫീഖ് തരട്ടെ. السلام عليكم ورحمة الله وبركاته. حي على الفلاح
إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الناس أوصيكم بتقوى الله فإن التقوى ملاك الحسنات وقال عز اسمه في محكم التنزيل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين أما بعد فيا أيها الناس أوصيكم بتقوى الله فإن التقوى تدخلون إلى الجنة وقد قال الله تعالى في كلامه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد سيد العالمين وسيد القومين ومحبوب رب المشرقين والمغربين وصل على جميع الأنبياء والمرسلين خصوصا الخلفاء الراشدين أمير المؤمنين أبو بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي المرتضى رضي الله عنه وعن الحسن والحسين والحمزة والعباس والبقية الصحابة كلهم أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب الصراط وجعل الجنة مأواه اللهم إنا نسألك صدق اللسان يا رب العالمين اللهم أعزنا ولا تضلنا يا ذا الجلال والإكرام اللهم ارزقنا حج بيتك الحرام وزيارة نبيك محمد صلى الله عليه وسلم مع الصحة والعافية مرارا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.